നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അടുത്ത് neither of us dash going for the marriage. Neither of us dash going for the marriage. എന്താണ് neither of us? എന്താണ് is അല്ലെ? is അല്ലേ വരിക? neither of, either of, each of, every one of, group of, one of എന്നിവയ്ക്ക് ശേഷം പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ് ആണ് ഉപയോഗിക്കേണ്ടത്. പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ് ആണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതാ വരിക? അവിടെ ഈസ് ആണ്. അടുത്ത് മലയാള സാഹിത്യത്തിലെ പാഠ്യപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വസ്തുതകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. നോക്കാം. പാഠ്യപ്രസ്ഥാനത്തിന്റെ ലക്ഷണമൊത്ത കൃതിയാണ് രാമചരിതം. ശരിയാണ്. രാമചരിതത്തിലെ കൃതിയാണ് എൻ കൃഷ്ണപിള്ള എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ശരിയാണോ? അല്ല. ആരാണ്? ചീരാമനാണ് അല്ലെ? ആരാണ്? ചീരാമനാണ്. തെറ്റാണ്. കേരള ചോസർ എന്നറിയപ്പെടുന്ന ചീരാമ കവിയാണ്. രാമചരിതത്തിലെ അധ്യായങ്ങൾ പടലങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അത് രണ്ടും അവിടെ എന്താ മക്കളെ? ശരിയാണ്. 1, 3, 4 എന്താ മക്കളെ? അവിടെ ശരിയായിട്ടുള്ള ആൻസർ തന്നെയാണ് അല്ലെ. രാമചരിതത്തിലെ ഇതിവൃത്തം ഏതാണ്? രാമായണത്തിൽ എന്താണ്? യുദ്ധകാന്ഡമാണ് അല്ലെ. പാഠ്യപ്രസ്ഥാനത്തിലെ ലക്ഷണങ്ങൾ അടങ്ങുന്ന കൃതിയാണ് ഏത്? ലീലാതിലകം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും നിരണം കവികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? രാമപ്പണിക്കർ, ശങ്കരപ്പണിക്കർ, മാധവ പണിക്കർ, കേശവ പണിക്കർ. ഏതാണ് ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ഡി ആയ കേശവ പണിക്കരാണ് അല്ലെ. കണ്ണശ കവിമാർ എന്നറിയപ്പെടുന്നത് ഏതാണ്? നിരണം കവികൾ തന്നെയാണ് അല്ലെ. കണ്ണശ കവികളുടെ വരവോട് കൂടിയാണ് എന്ത് കേരളത്തിൽ എന്തുണ്ടായത്? ഭക്തി പ്രസ്ഥാനത്തിനൊക്കെ തുടക്കം കുറിച്ചത് എന്ന് പറയപ്പെടുന്നു. കണ്ണശ ഭാരതം, കണ്ണശ രാമായണം അല്ലെ, കേട്ടിട്ടില്ലേ? കണ്ണശ ഭാഗവതം, ശിവരാത്രി മഹാത്മ്യം എന്നിവ രചിച്ചതാണ് രാമപ്പണിക്കരാണ്. ഭാരത് മാല രചിച്ചതാണെങ്കിൽ ശങ്കര പണിക്കരാണ്. ഭഗവത്ഗീത ആദ്യമായി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയത് ആരാണ്? മാധവ പണിക്കരാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായവ തിരഞ്ഞെടുക്കുക. മലയാളത്തിൽ ലഭ്യമായ ആദ്യ സമ്പൂർണ്ണ രാമായണമാണ് കണ്ണശ രാമായണം. അത് ശരിയാണോ? ശരിയല്ലേ? ശരിയാണ്. സംസ്കൃതവും തമിഴും ചേർന്നാണ് മണിപ്രവാളം. തെറ്റാണ് അല്ലെ. എന്താണ്? മലയാളവും ചേർന്നിട്ടാണ്. എന്താ? തെറ്റാണ്. മണിപ്രവാള സാഹിത്യത്തിലെ ആദ്യ കൃതിയാണ് രാമായണം ചമ്പു എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? തെറ്റല്ലേ? ഏതാണ്? ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണിയാടി ചരിതം ഒക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അത് തെറ്റാണ് അല്ലെ. അപ്പൊ നമ്മളുടെ ആൻസർ ഏതാണ്? 2ഉം 3ഉം മാത്രമാണ് അവിടെ തെറ്റായിട്ടുള്ളത്. ഓർക്കമല്ല. മണിപ്രവാളം എന്ന വാക്കിനടുത്ത് എന്താണ്? മുത്തും പവിഴവും. കേട്ടിട്ടുണ്ടാവും അല്ലെ. ഉണ്ണിയച്ചി ചരിതത്തിന്റെ കർത്താവ് ആരാണ്? തേവൻ അല്ലെ. ചിരുകുമാരനൊക്കെ കേട്ടിട്ടുണ്ടോ? തേവൻ ശ്രീകുമാരൻ എന്ന തേവൻ ചിരുകുമാരൻ അറിയപ്പെടുന്നത് കേട്ടിട്ടുണ്ടോ? ആര് കേൾക്കാൻ? PSC പഠിക്കുന്നുണ്ട്, എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് എന്ന രീതി ആവരുത്. ഓരോ ചോദ്യങ്ങളും ഓരോ ഉത്തരങ്ങളായിട്ട് കണക്കാക്കുക. നമ്മളുടെയാണ് ആവശ്യം എന്ന് മനസ്സിലാക്കുക. എഴുത്തച്ഛനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ തിരഞ്ഞെടുത്ത് തെറ്റായവ കണ്ടെത്തുക. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛനാണ്. ആണോ? അല്ല, കുഞ്ചൻ നമ്പ്യാറാണ് അല്ലെ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ആണോ? അത് ശരിയാണ്. പാലക്കാട് ജില്ലയിൽ ലക്കടിയിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. മലപ്പുറം ജില്ലയിലാണ് ജനിച്ചത് അല്ലെ. മലപ്പുറം, അതെ, മലപ്പുറം ജില്ലയിൽ തിരൂരിലല്ലേ ജനിച്ചത്? അതെ അല്ലെ. ഭക്തി പ്രസ്ഥാനത്തിന്റെ മുഖ്യ പ്രയോക്താവ് എന്ന് അറിയപ്പെടുന്നു. മലയാളം ടഫാണ് രചിത. ഒരു ടഫും ഇല്ല. പഠിച്ചാൽ കിട്ടുന്ന ഏറ്റവും സിമ്പിൾ ആയ കാര്യം മലയാളമാണ്. നമുക്കൊക്കെ ശരിയാക്കാം കേട്ടാ. അവിടെ എന്താ പറഞ്ഞത്? തെറ്റായതാണ്. അപ്പൊ അവിടെ 1, 1, 2 തെറ്റില്ലേ? അല്ല, 1, 3 അവിടെ എന്താണ്? കുത്തിക്കിട്ടാണ്. പാവം പിള്ളേർക്ക് അവിടെ ടൈപ്പ് ചെയ്യാൻ മറന്നാണ് കേട്ടോ. 1 അവിടെ 3 തെറ്റല്ലേ വരിക? അതെ, 1, 3 അവിടെ തെറ്റായിട്ട് വരുന്നുണ്ട് അല്ലെ. ഓക്കെ.
ന്യൂ ഫാക്ട്സ് ആണ് എന്ന് പറയുന്നു അല്ലെ. ഓക്കെ, അപ്പൊ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? എഴുത്തച്ഛനാണ് കേട്ടോ. കിളിയെ കൊണ്ട് പാടിപ്പിക്കുന്ന രീതിയാണ് എന്താണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ സവിശേഷത അല്ലെ. എന്താണ് കിളിയെ കൊണ്ട് പാടിപ്പിക്കുന്ന ഒരു രീതിയൊക്കെയാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ സവിശേഷത എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. കിളിപ്പാട്ട് പാട്ടിലെ ആദ്യ കൃതിയാണ് എന്ത്? അധ്യാത്മ രാമായണം. എഴുത്തച്ഛന്റെ പ്രധാനപ്പെട്ട കൃതി ഏതൊക്കെയാണ്? മഹാഭാരതം, കിളിപ്പാട്ടും ഹരിനാമ കീർത്തനം. ഏതൊക്കെയാണ്? എന്റെ ഒപ്പം പഠിച്ചു പോവുക, എന്റെ ഒപ്പം പറ. മഹാഭാരത, കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം അല്ലെ. പുതുമലയാൻ മദൻ മഹേശ്വരൻ എന്ന എഴുത്തച്ഛനെ വിശേഷിപ്പിച്ച ആരാണ്? വള്ളത്തോളാണ് അല്ലെ. എന്ന് ആരാണ്? വള്ളത്തോളാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്താണ്? പുതുമലയോൻ മദൻ മഹേശ്വരൻ എന്ന എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് ആരാണ്? വള്ളത്തോളാണ് എന്നും കൂടി ഓർത്തു വെക്കുക. തന്നിരിക്കുന്ന സൂചനകൾ പരിശോധിച്ച് കവി ആരാണെന്ന് തിരഞ്ഞെടുക്കുക. ജനകീയ കവി നമുക്കറിയാം അല്ലെ. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനങ്ങളാണ് ഇദ്ദേഹത്തിന്റെ കൃതികളുടെ പ്രത്യേകത. പഞ്ചതന്ത്രം കിളിപ്പാട്ട് രചിച്ചു. ജനകീയ കവി നമുക്ക് ആരാ? പറഞ്ഞേ വള്ളത്തോളാണ്. കുഞ്ചൻ നമ്പ്യാർ അല്ലെ. ആരാണ്? കുഞ്ചൻ നമ്പ്യാർ ആണ് ക്യാൻസർ ആയിട്ട് വരിക അല്ലെ. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? കിള്ളിക്കുരിശുമംഗലം, അമ്പലപ്പുഴ എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കണം കേട്ടോ. ഏതാണ്? കിള്ളിക്കുരിശുമംഗലം, അമ്പലപ്പുഴ അല്ലെ എന്നിവിടങ്ങളിലാണ് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ മണിപ്രവാളമാണ് കുഞ്ചൻ നമ്പ്യാർ കൃതി. ആദ്യ തുള്ളൽ കൃതിയാണ് കല്യാണ സൗഗന്ധികം അല്ലെ. ശീതങ്കൻ തുള്ളല്, പറയം തുള്ളൽ, പിന്നെ ശീതങ്കൻ, ഓട്ടം തുള്ളൽ. തുള്ളലിന്റെ 3 വിധമുണ്ട്. ഓട്ടം തുള്ളലെ പ്രധാന ഇതിവൃത്തം ചോദിക്കുകയാണെങ്കിൽ അത് തരംകിണിയാണ് എന്നും കൂടി ഓർത്തുവയ്ക്കുക കേട്ടോ. യോജിച്ച രീതിയിൽ ക്രമീകരിക്കുക. നളചരിതം മാട്ടക്കഥ ആരുടെയാണ്? നളചരിതം മാട്ടക്കര. നാലപ്പാട്ട് നാരായണ മേനോന്. PSCക്ക് ഇഷ്ടപ്പെട്ട ആണോ? സോറി, ഉണ്ണായി വാര്യറാണ് കേട്ടോ. കണ്ണുനീർ തുള്ളിയെ കവിയോട് വെച്ചുകൊണ്ടുണ്ടായിരുന്നോ? ഇല്ല, അത് MV കൃഷ്ണവാര്യർ തന്നെയല്ലേ. ബുദ്ധചരിതം, നാലപ്പാട്ട് നാരായണ മേനോൻ, മയൂര സന്തോഷം, കേരളവർമ്മ, വലിയ കോയി തമ്പുരാൻ ആണോ? ഓക്കെ. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ച ആരാണ്? രാമപുരത്ത് വാര്യരാണ് അല്ലെ. പാവങ്ങൾ രചിച്ച ആരാണ്? നാലപ്പാട്ട് നാരായണ മേനോൻ. പാവങ്ങൾ. പിന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ ചെറിയ മഹാകാവ്യം കേശവിയും രചിച്ചത്. കേശവിയും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കേശവിയും ആരയിച്ച്? KC കേശവപിള്ള. പിന്നെ കേരള പാണിയം രചിച്ചത് കേരള പാണിനിയാണ്. കേരള പാണിയം രചിച്ചത് കേരള പാണിനിയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇറിയമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരാസ്വയംവരം, കീചകവധം, ദക്ഷയാഗം, സീതാ സ്വയംവരം. ആരെയാണ് ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ഡി, സീതാ സ്വയംവരം അല്ലെ. സീതാ സ്വയംവരം ഉൾപ്പെടില്ല. കഥയുടെ സാഹിത്യ രൂപം ഏതാണ്? ആട്ടക്കഥയാണ്. രാമായണത്തെ ആസ്പദമാക്കിയ പ്രസിദ്ധമായ ആട്ടക്കഥകളാണ് ഏത്? സീതാ സ്വയംവരവും ബാലവധവും എന്നും കൂടി ഓർത്തു വയ്ക്കുക. ഇതൊക്കെ ആരാണ്? കൊട്ടാരക്കര തമ്പുരാന്റെ രചനയാണ് കേട്ടോ. സീതാ സ്വയംവരവും അതുപോലെ തന്നെ ബാലവധവും ആരെയാണ്? കൊട്ടാരക്കര തമ്പുരാന്റെയാണ്. കേരള ശകുന്തളമാല എന്നറിയപ്പെടുന്ന ഏതാണ്? അത് നളചരിത ആട്ടക്കഥയാണ്. എല്ലാ ഗുണങ്ങളും തികഞ്ഞിട്ടുള്ള ഒരു ആട്ടക്കഥയാണ് ഏത്? ഈ നളചരിതം എന്നും കൂടി മനസ്സിലാക്കിയ. കേരളത്തിലെ പ്രസിദ്ധ കവിതകളും അവയുടെ വിശേഷണങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവയിൽ ശരിയായ ജോഡി ഏത് എന്ന് നോക്കാം. ദാർശനിക കവി എന്ന് പറയുന്ന ഉള്ളൂരാണ് എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല. ആരാണ്? G ശങ്കരക്കുറുപ്പാണ്. അത് തെറ്റാണ്. വിപ്ലവ കവി എന്ന് പറഞ്ഞാൽ വള്ളത്തോളല്ല, അത് വയലാറാണ്. കേരള പുഷ്കിൻ ONV ആണ് അല്ലെ. കേരള പുഷ്കിൻ ശരിയല്ലേ. കേരള സ്പോട്ട് എന്നറിയപ്പെടുന്ന CV രാമൻപിള്ളയാണ്. അപ്പൊ ആൻസർ ഏതാ വരിക? ശരിയായ ജോഡി 3ഉം 4ഉം അവിടെ എന്താണ്?
ശരിയായിട്ടുള്ള ആൻസർ ആണ്. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്ന ആരാണ്? ഋതുക്കളുടെ കവി ഞാൻ ഇപ്പോഴും പറയാണ്, മലയാളത്തിലും ഇംഗ്ലീഷിലും മാർക്കില്ലെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റിലും നിങ്ങൾ എത്തില്ല. അത് ആദ്യം മനസ്സിലാക്കിയോ. മലയാളത്തിലും ഇംഗ്ലീഷിലും മാത്സിലും ഒന്നും മാർക്കില്ലാതെ GK മാത്രം കൊണ്ട് റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റില്ല. മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോളൂ. കേരള ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്ന ആരാണ്? ചെറുശ്ശേരിയാണ്. കേരള വാൽമീകി. വള്ളത്തോള് കേരള ഒഫ്യൂസ്. ചങ്ങമ്പുഴ കേരള കാളിദാസൻ ആരാണ്? കേരള വലിയ വർമ്മ വലിയ കോയി തമ്പുരാന്. കേരള ഹെമ്മിംഗ്വേ MT. കേരള സൂർദാസ് എന്നറിയപ്പെടുന്ന ആരാണ്? കേരള സൂർദാസ് പൂന്താനമാണ് കേട്ടോ. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ചേരും വഴി അങ്ങോട്ട് ചേർക്കാനാണ് പറഞ്ഞത്. ഓർമ്മയുടെ ഓളങ്ങൾ. ഓർമ്മയുടെ ഓളങ്ങൾ ആരെയാണ്? G ശങ്കരക്കുറുപ്പാണ് അല്ലെ. ഓർമ്മയുടെ ആരാണ്? ആരാണ്? ബഷീർ ആണോ? ഓർമ്മയുടെ തീരത്താണ് എന്ത് ചെയ്ത് തകഴി അല്ലെ ഇരുന്നത്. ഓർമ്മയുടെ കണ്ണാടി ആരാണ്? AP ഉദയഭാനു. ഇതൊക്കെ എക്സാമിന് ഒരുപാട് പ്രാവശ്യം നമ്മളെ തെറ്റിക്കാൻ PSC ട്രാക്ക് ക്വസ്റ്റ്യൻ ആണ് എന്ന് കൂടി ഓർത്തു വെക്കുക. പിന്നെ ഓർമ്മയുടെ ലോകത്തിൽ P കേശവദേവ് കേട്ടോ. ഓർമ്മയുടെ ലോകത്തില് ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽദാസി. ഒളിവിലെ ഓർമ്മകൾ കേട്ടോ. ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽദാസി എന്ന് ഓർത്തു വെക്കുക. ഇസങ്ങൾക്കപ്പുറം ആരെയാണ്? S ഗുപ്തൻ നായർ കേട്ടോ. ഇസങ്ങൾക്കിപ്പുറം ആണെങ്കിൽ P ഗോവിന്ദ പിള്ള. ഇസങ്ങൾ അപ്പുറമാണെങ്കിൽ S ഗുപ്തൻ നായറും ഇസങ്ങൾക്കിപ്പുറം P ഗോവിന്ദ പിള്ളയും. മതിയേ മലയാളം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് കണ്ടെത്തുക. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് മീറ്റർ എന്ന് പറയുന്നു. ശരിയാണ് അല്ലെ. പ്രകാശ തീവ്രത നിനക്ക് GK മാത്രം മതിയല്ലോ. പ്രകാശ തീവ്രത യൂണിറ്റ് കാൻഡില. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ ആണ്. ശരിയാണ് അല്ലെ. വൈദ്യുതപ്രവാഹ തീവ്രത SI യൂണിറ്റ് കെൽവിൻ ആണ്. തെറ്റാണത്. ആംപിയർ ആണ്. അപ്പൊ 1, 2, 3 മാത്രം എന്താണ് അവിടെ ശരിയാണ് അല്ലെ. ശരിയല്ലേ. ആഗോളതലത്തിൽ അംഗീകരിച്ച അളവ് സമ്പ്രദായം എന്താണ്? SI സമ്പ്രദായം അല്ലെ. 1960 തുടങ്ങിയത്. 7 അടിസ്ഥാന യൂണിറ്റ് ഉണ്ട്. പദാർത്ഥത്തിന് SI യൂണിറ്റ് ആണ് എന്ത്? മോൾ എന്ന് പറയുന്നത് എന്നും കൂടി മനസ്സിലാക്കുക. ചേരും പഠിച്ചേർക്കുക എന്നും കൂടി നോക്കുക. പ്രകാശവർഷം. ഇതൊക്കെ PSC ചോദിക്കാൻ ഇനിയുള്ള പരീക്ഷയിൽ ചോദിക്കുന്ന SCERT ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പ്രകാശവർഷം എത്രയാണ്? 9.46 × 10⁻12 അല്ലെ ആണോ? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് 1.496. ഒരു മൈല് 1.6 കിലോമീറ്റർ. പാർസെക് 3.08 10⁻16. ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. പ്രകാശവർഷം എന്താണ്? ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് എന്ത്? പ്രകാശവർഷം അല്ലെ. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താണ്? ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് ശരാശരി ദൂരം എന്താണ്? ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പറഞ്ഞാൽ 15 കോടി കിലോമീറ്റർ ആണ് എന്നും കൂടി ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരുന്ന പ്രസ്താവനയിൽ നിന്നും ഈ തെറ്റായവ കണ്ടെത്തുക. ഒരു വസ്തുവിന്റെ ദ്രവ്യത്തിന്റെ മൊത്തത്തിന്റെ അളവിനെയാണ് എന്ത് പറയുന്നത്? പിണ്ഡം. ശരിയാണ്. ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗതയാണ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് എന്ന് പറയുന്നത്. ശരിയാണ്. അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കൽ അടിസ്ഥാനത്തെ ആശ്രയിച്ച് നിൽക്കാനോ ഉള്ള അളവുകൾ SI യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടല്ലേ. അതെന്താണ്? വ്യുൽപ്പന്ന യൂണിറ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. CGS ഉൾപ്പെടുത്തിയിരിക്കുന്ന അളവുകളാണ് സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് എന്നിവ എന്നും കൂടി മനസ്സിലാക്കുക. അത് ശരിയാണ്. ഏതൊക്കെയാണ് തെറ്റായത്? 3 മാത്രമാണ് അവിടെ തെറ്റായിട്ടുള്ള ആൻസർ അല്ലെ. അടിസ്ഥാന യൂണിറ്റുകൾ ആശ്രയിച്ച് നിൽക്കുന്ന യൂണിറ്റ് ഏതൊക്കെയാണ്? പരപ്പളവ് അല്ലെ. മീറ്റർ സ്ക്വയർ എന്നൊക്കെ ഏതാണ്? അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ചിട്ടാണ് എന്നും കൂടി ഓർത്തു വെക്കുക. വ്യക്തികളും അവരുടെ കണ്ടുപിടുത്തങ്ങളും ശരിയായ ജോഡി കണ്ടെത്തുക. അലക്സാണ്ടർ വോൾട്ടോ. ശരിയാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം. കെൽവിൻ താപനില. ന്യൂട്ടൺ ബലം. ആൻഡ്രേ മരിയ വൈദ്യുത പ്രവാഹം. ആൻസർ എന്താണ് അവിടെ? എല്ലാം ശരിയാണ് അല്ലെ.
ബ്ലേസ് പാസ്കൽ എന്ത് കണ്ടുപിടിച്ചു? മർദ്ദം കണ്ടില്ലേ? ഹെൻറി ഷ്ലെറ്റ്സ് ആണെങ്കിലോ ആവൃത്തി, ഗ്രഹാം ബെൽ ഉച്ചത, ജൂളൊക്കെ ആണെങ്കിൽ ഊർജ്ജം കണ്ടെത്തി. 34ാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് താഴെ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1950 വന്നു അല്ലെ? അല്ല, തെറ്റാണ്. 1951 വന്നത്. ഹറോൾഡ് ഡോമർ മാതൃക അടിസ്ഥാനപ്പെടുത്തി. ശരിയാണ്. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ്. ആണോ? അത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലെ? പിന്നെന്താണ്? ഒന്നാം പഞ്ചവത്സര ശില്പി KN രാജ് ആണ്. അത് ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം മാത്രമാണ് അവിടെ ശരിയായത്. കാർഷിക പുരോഗതിയെ ലക്ഷ്യം വെച്ചുള്ള പദ്ധതിയാണ് ഇത് ഒന്നാം പഞ്ചവത്സര പദ്ധതി. താഴെ കൊടുത്ത സൂചനകളെ അടിസ്ഥാനത്തിൽ ഏതുമായി ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയും. ഇന്ത്യൻ ആസൂത്രണത്തിലെ പിതാവ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ, സാത്വികം എന്ന വിഷയത്തിൽ നൽകിയ സംഭാവന അദ്ദേഹത്തിന് അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനാക്കി. ഇതാണ് ആൻസർ വരിക. ഓപ്ഷൻ സി, PC മഹ്ലാനോബിസ് ആണ് അല്ലെ? രണ്ടാം പഞ്ചവത്സര പദ്ധതി വക്താവ് എന്നറിയപ്പെടുന്നത് അല്ലെ? ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണത്തിന്റെ വക്താവാണ് ആര്? PC മഹ്ലാനോബിസ് എന്ന് മനസ്സിലാക്കുക. ദാദാഭായ് നവറോജി എന്താണ്? ഇന്ത്യയിലെ മധ്യവയോധിക അല്ലെ? ചോർച്ചാ പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതിയുടെ രചയിതാവ്. അമർത്യ സെൻ എന്ന മക്കളെ സാമ്പത്തിക ശാസ്ത്രത്തിലെ പിതാവ്, നോബൽ സമ്മാൻ ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് അമർത്യ സെൻ. ഏത് വർഷമായിരുന്നു ചോദിച്ചിട്ടുണ്ട്? 1998. ശരിയായ ജോഡിയെ കണ്ടെത്തുക. DRDO എപ്പോഴാണ് വന്നത് നോക്കാം കേട്ടോ. രണ്ടാം പഞ്ചവത്സര സമയത്തല്ലേ? കോത്താരി കമ്മീഷൻ. മൂന്നാം പഞ്ചവത്സര സമയത്ത് ISRO 4, ICDS 5ാം പഞ്ചവത്സര സമയത്ത്. ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട്. ഇന്ത്യയിൽ 1951 മുതലല്ലേ ഫയർ പ്ലാന്റ്സ് വന്നത്? എത്രയാണ്? 12 വിജയകരമായ പഞ്ചവത്സര പദ്ധതിയാണ് നടപ്പിലാക്കിയത്. ഒന്നാം പഞ്ചവത്സര സമയത്താണ് CSOവും അത് NDC ഒക്കെ വന്നത്. രണ്ടാമത്തിൽ DRDO വന്നു. മൂന്നാമത്തെ NCERT കോത്താരി കമ്മീഷൻ വന്നിട്ടുണ്ടായിരുന്നു. 4ാമത്തെ ISRO വന്നു. 5ാമത്തെ ICDS ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 37 ഇന്ത്യയിലെ ചില പഞ്ചവത്സര പദ്ധതികളും അവയുടെ പ്രധാന ലക്ഷ്യങ്ങളും താഴെ കൊടുത്തിരിക്കുന്നു. അവയുടെ കാലക്രമണത്തിൽ അടിസ്ഥാനപ്പെടുത്തി എഴുതുക. സമഗ്ര വളർച്ച, ദ്രുതഗതിയിലുള്ള വളർച്ച, കാർഷിക വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. എക്സാമിന് CRT-യിലുള്ളതുമാണ്. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതൊക്കെയാ നോക്കാം. സമഗ്ര വളർച്ച ഏതിനാണ്? 11th പ്ലാനിലായിരുന്നു അല്ലെ? 11ാം പഞ്ചവത്സര. ദ്രുതഗതിയിലുള്ള വ്യവസായ വളർച്ച ഏതായിരുന്നു? 2ാം പദ്ധതിയായിരുന്നു. 2nd പ്ലാൻ ആയിരുന്നു. കാർഷിക വികസനം ഏതാണ്? കാർഷികം ഫസ്റ്റ് അല്ലെ? ദാരിദ്ര്യ നിർമ്മാർജ്ജനം 5 year പ്ലാൻ ആയിരുന്നു. ഫസ്റ്റ് 5ാമത്തെ പ്ലാൻ ആയിരുന്നു. ഒന്നാം പഞ്ചവത്സര ലക്ഷ്യം എന്താണ്? കാർഷിക പുരോഗതി. 2 എന്തായിരുന്നു? വ്യവസായ പുരോഗതി അല്ലെ? വ്യവസായവൽക്കരണം. 3ാമത്തെ ആണെങ്കിൽ എന്താ? ഭക്ഷ്യസ്വയം പര്യാപ്തം. 4ാമത്തെ ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം അല്ലെ? 5ആണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. പിന്നെ 11 എന്തായിരുന്നു? സമഗ്ര വളർച്ചയായിരുന്നു. 12 സുസ്ഥിര വികസനം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത് കേട്ടോ. താഴെ കൊടുത്തിരുന്ന വർഷങ്ങളിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നും കൂടി ഓർത്തു വെക്കുക. ഏതാണ് പെടാത്തത്? ഓപ്ഷൻ സി ആണ് പെടാത്തത് അല്ലെ? 1980 85 പെടില്ല അല്ലെ? അതെന്താണ്? 6ാം പഞ്ചവത്സര പദ്ധതി കാലയളവാണ് 80 85. 66 to 69 എന്താണ്? പ്ലാൻ ഹോളിഡേ അല്ലേ? 62 ആ സമയത്ത് ഇന്ത്യ ചൈന യുദ്ധം. 65 ഇന്ത്യ പാക് യുദ്ധം. ഈ യുദ്ധത്തിന് ശേഷമാണ് എന്ത്? ഇന്ദിരാഗാന്ധിയൊക്കെ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചത് എന്ന് കൂടി ഓർത്തു വെക്കുക കേട്ടോ. പിന്നെ 78 80 എന്താണ്? റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് അല്ലെ? 5ാം പഞ്ചവത്സരം നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? റോളിംഗ് പ്ലാൻ. ഗുണർ മിൽഡർ ആണ് ഈ ആശയമൊക്കെ അവതരിപ്പിച്ചതെന്ന് കൂടി ഓർത്തു വെക്കണം. ഏഷ്യൻ ഡ്രാമ എന്ന പുസ്തകം രചിച്ച ആരാണ്? ഗുണർ മിൽഡർ എന്ന വ്യക്തിയാണ് എന്ന് കൂടി ഓർത്തു വെക്കുക. പിന്നെ 90 91 എന്താണ്? വാർഷിക പദ്ധതിയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അതേസമയം 7ാം പഞ്ചവത്സര പദ്ധതിക്ക് മെട്ടാലും ഇടയിലാണ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏത്? വാർഷിക പദ്ധതി. അത് ആരായിരുന്നു? PV നരസിംഹറാവു ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏത്? വാർഷിക പദ്ധതി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക.
രണ്ട് ക്വസ്റ്റ്യൻ കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഏത് പഞ്ചവത്സര പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കുക. ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്, ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ മൊണ്ടേയ് സിംഗ് അൽവലിയാണ്, സുസ്ഥിര വികസനമാണ് ഇത് ലക്ഷ്യം. ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി 12ാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലെ. 2012 മുതൽ 19 വരെയുള്ള കാലഘട്ടത്തിലാണ് എന്ത് 12ാം പഞ്ചവത്സര അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഏത് 12 അല്ലെ. 2013 എന്താണ് ഭക്ഷ്യസുരക്ഷാ ബിൽ നടപ്പിലാക്കി, ദീൻദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന നടപ്പിലാക്കി. പിന്നെ 2014 ആസൂത്രണ കമ്മീഷൻ എന്ത് ചെയ്തു ഈ പിരിച്ചുവിടുകയും ചെയ്തതും കൂടിയാണ് എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. അടുത്തത് 5ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്തെല്ലാമാണ്? 1974-78 വരെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഗരീബി ഘട്ടാവ് എന്ന മുദ്രാവാക്യം ശരിയാണ്. ഇന്ത്യൻ നാഷണൽ ഹൈവേ പ്രവർത്തനം ആരംഭിച്ചു. ശരിയാണോ? ഇതെല്ലാം ശരിയാണ് അല്ലെ. കാലാവധി പൂർത്തിയാക്കാത്ത ഇന്ദിരാഗാന്ധി അല്ലെ. ഗരീബി ഘട്ടാവ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. പിന്നെ അത് തയ്യാറാക്കിയ DP ദറാണ്. പ്രധാന ലക്ഷ്യം എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ബൈ.